നിങ്ങളാരും എൻ്റെ അണ്ണനെ കണ്ടിട്ടില്ലല്ലോ. ഇതാണ് എൻ്റെ അണ്ണൻ, അതായത് എൻ്റെ ചേട്ടനാണ്, എൻ്റെ തൊട്ട് മൂത്തത്. എനിക്ക് ഇനി ഇതിൻ്റെ താഴെ അനിയത്തിയും അനിയനും ഉണ്ട് കേട്ടോ. ഞങ്ങൾ 4 മക്കളാണേ. അപ്പോൾ അണ്ണനൊക്കെ എന്താ പറയുക, ഒരു 7 കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു പെൺകുഞ്ഞ് ജനിച്ചേക്കണേട്ടാ. അപ്പം അവളുടെ നെയിമിങ് സെറിമണിയാണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കുഞ്ഞിന് വേണ്ടിയിട്ട് 1-2 ഡ്രസ്സും പിന്നെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും അണ്ണനും കൂടി വന്നിട്ടുണ്ടായിരുന്നത്. അയ്യോ, ഞങ്ങളൊരു 10-11:30 ആയപ്പോഴേക്കും എറണാകുളത്ത് എത്തിയതാണ് കേട്ടോ. സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ച് തിരഞ്ഞ് പിടിച്ച് മുറിച്ചൊക്കെ വാങ്ങിയൊക്കെ എല്ലാം വന്നപ്പോഴത്തേക്കും ഈ ടൈമായേ. ലാസ്റ്റാണ് നമ്മൾ കുഞ്ഞിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ബ്രോഡ്വേയിലുള്ള രാധാകൃഷ്ണനാണ് കേട്ടോ കയറിയത്. എൻ്റെ പൊന്നെ, അടിപൊളി നല്ല ക്യൂട്ട് ഡ്രസ്സുകൾ. പിന്നെ മാത്രമല്ല ഭയങ്കര റീസണബിൾ പ്രൈസ് ഇട്ടാൽ ഭയങ്കര അഫോർഡബിളാണ്. കാരണം ഞാൻ ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ ഭയങ്കര ഫ്ലെയേർഡായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല റേഞ്ച്, നല്ല പ്രൈസ് റേഞ്ചിലൊക്കെയാണ് കണ്ടിട്ടുള്ളത് കേട്ടോ, ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ. പക്ഷേ ഇവിടെ നമ്മൾ എടുത്ത ഡ്രസ്സൊക്കെ എങ്കിൽ പോലും നല്ല അഫോർഡബിളായിട്ടുള്ള നല്ല ഡ്രസ്സുകളൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി ക്യൂട്ട് ഡ്രസ്സുകൾ, എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷേ നമ്മൾ 2 സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഏകദേശം ഒരു 2:30 മണിയൊക്കെ ആയിട്ടുണ്ടായിട്ടോ. നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പോയി ഒരു ജ്യൂസ് കുടിച്ചേ. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു ബേബി ഷോപ്പിൽ നിന്ന് കുറച്ച് 1-2 സാധനങ്ങളും കൂടി അവൾക്ക് വാങ്ങാൻ വേണ്ടി ഉണ്ടായേ. അപ്പോൾ അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം ആ ഒരു ഷോപ്പിൽ കയറി 1-2 സാധനങ്ങളൊക്കെ കൂടി വാങ്ങിയതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോവേണ്ട ചെയ്തത്. പിന്നെ തോപ്പുംപടിയൊക്കെ എത്താറായപ്പോഴത്തേക്കും നമ്മളൊരു അയ്യോ, കടയുടെ പേര് ഞാൻ പേര് ഇതിൽ കാണാട്ടോ നിങ്ങൾക്ക്. ആ കടയിൽ കയറിയിട്ടാണ് ഫുഡ് കഴിച്ചത്. വലിയ ഗുമ്മൊന്നും ഇല്ലായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഒരു ചിക്കൻ ബിരിയാണി, അതിൽ നല്ല എത്രയോ ബിരിയാണികൾ നമ്മുടെ കുമ്പളങ്ങിയിലും ഫോട്ടോ കൊച്ചിയിലൊക്കെ കിട്ടും. എന്തായാലും അതൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലോട്ട് പോന്നിട്ടുണ്ടായേ. അപ്പം ഇത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം ഇല്ലേ, നമ്മുടെ ബേബിയുടെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ, ആ വീഡിയോ ഒക്കെ വരുന്നതാണ് കേട്ടോ. അവളുടെ നല്ല നല്ല ക്യൂട്ട് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങളെ ഞാൻ ഉറപ്പായിട്ടും കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിന് ശേഷം നെക്സ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ആ ഒരു ഫോട്ടോഷൂട്ടിൻ്റെ ഒരു ബിഹൈൻഡ് ദ സീൻസൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ കാണാൻ വേണ്ടി മറന്നുപോലെ ടാറ്റാ.